ആദ്യം തന്നെ ഒരു ആഘോഷത്തിലേക്കാണ് നമ്മളിത് പോകുന്നത്. അതും പോലീസുകാരുടെ ആഘോഷം. തലശ്ശേരി പോലീസ് സ്റ്റേഷനിലുള്ളവർ കേക്ക് മുറിച്ചാണ് ആ നേട്ടം ആഘോഷിച്ചത്. എന്താണെന്നല്ലേ? സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. ആദ്യം ആഘോഷത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. പിന്നെ വിശേഷങ്ങൾ ഫെലിക്സ് പറഞ്ഞുതരും. അവാർഡ് കിട്ടുന്നതിന് മുമ്പും ശേഷം എല്ലാം ഒരു പിന്നെ നമുക്ക് മാക്സിമം നമ്മളിവിടെ ക്രൈം കുറക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ റൗഡികളെ പുറകെ നടക്കുന്ന പരിപാടിയുണ്ട്, ഗുണ്ടകൾ. അപ്പം അവരെ ക്രൈം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എന്ന് വെച്ചാൽ ഒരു 30ഓളം ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇന്ന് കിട്ടുന്നത്. അതിൽ ലോ ആൻഡ് ഓർഡർ മെയിൻ്റെനൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാപ്പ പ്രകാരവും പിന്നെ CRPCയിലുള്ള കുറച്ച് പ്രിവെൻറ്റീവ് അവർ ഏത് കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആൾക്കാരെ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കിംഗ് പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വാറണ്ട് എക്സിക്യൂഷൻ, ലോങ് പെൻഡിങ് വാറണ്ട് എക്സിക്യൂഷൻ, എല്ലാ കുറേ മേഖലകളുണ്ട്. ഇതെല്ലാം വെച്ചിട്ടുള്ള പോയിന്റ് കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. വിവരങ്ങളുമായിട്ട് ഫെലിക്സ് പുളിക്കൽ ചേരുന്നുണ്ട്. ഫെലിക്സ്, വലിയൊരു നേട്ടമാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷനെ തേടിയെത്തിയിരിക്കുന്നത്. അവർ സമൂഹത്തിന് ശരിക്കും ഒരു മാതൃകാപരമായ നേട്ടം കൂടിയാണിത്. എന്താണ് വിശേഷങ്ങൾ? പറയും. നമുക്കറിയാം, തലശ്ശേരി ഒരു കാലത്ത് വലിയ സംഘർഷ ഭൂമിയായിരുന്നു, കലാപഭൂമിയായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഒരുപാട് സംസ്കാരങ്ങളും ഒപ്പം ഒരുപാട് വലിയ പാരമ്പര്യങ്ങളും ഒക്കെയുള്ള മണ്ണാണ്. അവിടേക്കാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള അവാർഡ് തലശ്ശേരിയിലേക്ക് എത്തുന്നത് എന്നതാണ് തീർച്ചയായിട്ടും അത് തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. ഈ ഒരു അവാർഡിലേക്ക് നയിക്കാൻ പ്രധാനപ്പെട്ട, അതായത് ഇങ്ങനെ ഒരു അവാർഡ് ചീഫ് മിനിസ്റ്റർ ട്രോഫി ലഭിക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതുണ്ട്. അതിൽ അന്വേഷണ മികവ്, അതായത് കൃത്യമായ അന്വേഷണം നടത്തി കേസുകൾ തെളിയിക്കുക എന്നതാണ്. അതിൽ ഒരു മികച്ച നേട്ടം തലശ്ശേരിക്കുണ്ട്. ഒപ്പം തന്നെ ക്രൈം റേറ്റുകളുടെ എണ്ണം, അതായത് കുറ്റകൃത്യങ്ങളുടെ എണ്ണം വളരെയധികം തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുറഞ്ഞു എന്നതാണ്. അപ്പം ഈ പോലീസുകാർ ഈ പരാതിയുമായി എത്തുന്ന ആളുകളോടുള്ള പോലീസുകാരുടെ ഇടപെടൽ, അന്വേഷണങ്ങളുടെ മികവ്, സ്ത്രീകളോടും കുട്ടികളോടുമുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം, അതിൻ്റെ എണ്ണം വളരെയധികം കുറഞ്ഞു. ഒപ്പം അത്തരം കേസുകളിലുള്ള ശക്തമായ ഇടപെടൽ, ഇതൊക്കെ തന്നെയാണ് തലശ്ശേരി മികച്ച പോലീസ് സ്റ്റേഷനാക്കി, സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയത് എന്നതാണ്. തലശ്ശേരി ഈ പറയുന്ന നക്സൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ആദ്യത്തെ ആക്ഷൻ നടന്ന ഒരു പോലീസ് സ്റ്റേഷൻ കൂടിയാണ്, കേരളത്തിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ കൂടിയാണ് തലശ്ശേരി. അപ്പോൾ അത്തരം ഒരു ചരിത്രം കൂടി തലശ്ശേരിക്ക് ഉണ്ട് എന്നതാണ്. ഏതായാലും ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. ബിനു തോമസ് എന്ന കോഴിക്കോട് സ്വദേശിയാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ SHO. ഒപ്പം തന്നെ 3 SIമാരുണ്ട്. 79 ഉദ്യോഗസ്ഥരാണ് ആകെ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ ഭാഗമായി ഉള്ളത്. നമുക്കറിയാം, ഒരുപാട് രാഷ്ട്രീയ ഏറ്റുമുട്ടലൊക്കെ നടന്നൊരു മേഖലയാണ്. അപ്പോൾ വളരെ സെൻസിറ്റീവായ ഒരിടത്ത് വളരെ ശക്തമായി പ്രവർത്തിക്കുക, അതിൽ നമുക്കറിയാം ഈ പോലീസുകാർ ഒരുപാട് സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ അത്തരം സമ്മർദ്ദങ്ങൾക്കിടയിലും വളരെ മനോഹരമായി, വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പോലീസ് സ്റ്റേഷൻ സാധിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വലിയൊരു നേട്ടം തന്നെയാണ്. അത് തലശ്ശേരിക്ക് സ്വന്തമായി എന്നത് തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒന്ന്. തീർച്ചയായിട്ടും.